ശാരീരികമായ ന്യൂനതയെ തൻ്റെ അനധിസാധാരണമായ ഇച്ഛാശക്തി കൊണ്ട് നേരിടുന്ന ഒരു പോരാളി. അതാണ് സുബ്രഹ്മണ്യൻ അമ്പാടി. പേശികളെ ബാധിക്കുന്ന മസ്കുലർ ഡിസ്ട്രഫി എന്ന രോഗം ഇദ്ദേഹത്തിൻ്റെ കാലുകളുടെ ചലനശേഷി നഷ്ടപ്പെടുത്തി. വായനയുടെ അനന്ത സാധ്യതകൾ ഉപയോഗിച്ച് വിസ്മയകരമായി ഇദ്ദേഹം ഈ വൈകല്യത്തെ മറികടന്നു. വാങ്ങുന്ന പുസ്തകങ്ങളുടെ എല്ലാം പേരുകൾ സ്വന്തമായി എഴുതി വയ്ക്കുകയും ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വരികൾ അടയാളപ്പെടുത്തുകയും ആ വരികളുടെ വിവരങ്ങൾ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്ന ഒരു അപൂർവ കഴിവാണ് ഇദ്ദേഹത്തിനുള്ളത്. ഇങ്ങനെ എഴുതി വെക്കുന്നത് കൊണ്ട് തൻ്റെ പുസ്തകങ്ങളിലെ ഏതു വിവരവും എപ്പോൾ വേണമെങ്കിലും ഞൊടിയിടയ്ക്കുള്ളിൽ തിരികെ എടുക്കാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു. കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നീതിന്യായ വകുപ്പിലെ സെൻട്രൽ നാസ് എന്ന തസ്തികയിൽ നിന്നും വൈക്കം മുൻസിഫ് കോടതിയിൽ നിന്നും വിരമിച്ച ധീരനായ ഈ പോരാളിയുടെ വാക്കുകൾ കേൾക്കൂ. വി പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസ് സുബ്രഹ്മണ്യൻ അമ്പാടി. പുസ്തകങ്ങളില്ലെങ്കിൽ അത് ആത്മാവില്ലാത്ത മുറിയാണെന്നുള്ളതാണ് ഒരു പ്രശസ്തനായ ഇംഗ്ലീഷ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർ ജോൺസൺ ആണെന്ന് തോന്നുന്നു. വായന അറിവാണ്. അക്ഷരങ്ങൾ നമുക്കെന്നും നമ്മുടെ നേർവഴിക്ക് നയിക്കത്തക്ക രീതിയിലുള്ള ദീപസ്തംഭങ്ങളാണ്. പുസ്തകങ്ങൾ നമ്മൾക്ക് ഒരു ലേഖനമോ ഒരു റെഫറൻസോ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പുസ്തകങ്ങളും തിരയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓരോ പുസ്തകത്തിൻ്റെ പിന്നിലും അതിൻ്റെ പേരും എഴുതിയാളുടെ പേരും എഴുതി. ഇപ്പോൾ 18 വയസ്സ് മുതൽ വായന ആരംഭിച്ചു. MT വാസുദേവൻ നായരിലാണ് നമ്മൾ വായനയുടെ ഗൗരവം കണ്ടെത്തിയത്. MTയെ പോലെ തന്നെ മഹാനായ ഒരു എഴുത്തുകാരനാണ് C. രാധാകൃഷ്ണൻ സാറ്. ശാരീരികമായി എനിക്ക് സഞ്ചരിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ എനിക്ക് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു അസുഖം പിടിപെട്ടത് മൂലം വാഹനമോ കാറോ മറ്റുള്ള എന്തെങ്കിലും ഉപകരണങ്ങളില്ലാതെ കൊണ്ട് എനിക്ക് സഞ്ചരിക്കാൻ സാധ്യമല്ല. ചിത്രദർശനം gives his brave man a very big salute.